പ്രിയമുള്ളവരെ, വിമർശനങ്ങൾ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. മറ്റുള്ളവർ നമ്മളെ വിമർശിക്കുന്നതോ കുറ്റപ്പെടുത്തുന്നതൊന്നും നമുക്ക് അത്ര സന്തോഷം നൽകുന്ന കാര്യമല്ല. എന്നാൽ എത്ര ജ്ഞാനികളായാലും എത്ര അറിവുള്ളവരായാലും എത്ര നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാലും നമ്മൾ വിമർശിക്കപ്പെടും എന്നുള്ളതാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് ജീവിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരിക്കലേ ഒരു നാട്ടിലെ സത്യസന്ധനായിട്ട് നല്ലൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ആർക്കും ഒരു ഉപദ്രവവും ചെയ്യില്ല. എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ സന്തോഷത്തോടു കൂടെ ജീവിച്ചു പോരുമ്പോൾ ഒരു ദിവസം വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ 4 ആൾക്കാർ അദ്ദേഹത്തെ കുറ്റം പറയുന്നത് കേൾക്കാനിടയായി. ഇത് കേട്ടതോടുകൂടെ അദ്ദേഹത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. വളരെ വിഷമത്തിലായി. അദ്ദേഹം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെയായി. അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളായി മാറി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇത് കണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്ന്. ഈ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ കൂടി വന്നപ്പോൾ ഇതിനൊരു പരിഹാരം കാണണമെന്ന് വിചാരിച്ച് ആ നാട്ടിലെ ജ്ഞാനിയായ ഒരാളുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രശ്നം പറഞ്ഞു. അപ്പോൾ അജ്ഞാനി പുഞ്ചിരിച്ചുകൊണ്ട്, ഇന്ന് ഏതായാലും നീ എൻ്റെ കൂടെ താമസിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അജ്ഞാനിയുടെ വീട്ടിൽ താമസിച്ചു. രാത്രിയായപ്പോൾ തവളകളുടെ അരോചകമായ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നേരം പുലർന്നപ്പോൾ തന്നെ ജ്ഞാനിയോട് ചോദിച്ചു, ആ കുളത്തിലെ തവളകളെയെല്ലാം ഞാൻ പിടിക്കട്ടെ എന്ന്. ജ്ഞാനി പുഞ്ചിരിച്ചുകൊണ്ട് അതിന് സമ്മതം നൽകി. അദ്ദേഹം കുറേ നേരം പരിശ്രമിച്ച് അവസാനം 4 തവളകളെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അങ്ങനെ ഈ 4 തവളകളെയും കൊണ്ട് ജ്ഞാനിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഈ 4 തവളകളാണോ അരോചകമായ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ജ്ഞാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുതന്നെയാണ് നിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. വെറും 4 പേരാണ് നിന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞത്. അത് കേട്ടിട്ടാണ് നിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടത്. ഇത്തരം അരോചകമായ ശബ്ദമുണ്ടാക്കുന്ന തവളകൾ എല്ലാ കുളത്തിലും ഉണ്ടാകും. എല്ലാ തവളകളെയും നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിയില്ല. കുളത്തിലെ വെള്ളം വറ്റിക്കാനും നമുക്ക് സാധിക്കില്ല. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മളെ കുറിച്ചിട്ട് പരദൂഷണങ്ങൾ പറയുന്നവരും വിമർശിക്കുന്നവരും ഉണ്ടാകും. ഇത്തരം പരദൂഷണങ്ങൾക്കും വിമർശനങ്ങൾക്കും ചെവി കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മളെക്കുറിച്ച് വിമർശിക്കപ്പെടുന്നവരുടെയും പരദൂഷണം പറയുന്നവരുടെയും വായ മൂടിക്കെട്ടാനോ അതിന് മറുപടി കൊടുക്കാനോ നിന്ന് നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കാണ്ടിരിക്കുക.